കോർപ്പറേഷൻ കൊടുക്കും. ഏത് കോർപ്പറേഷനാണ്? നമ്മുടെ നഗരസഭയിലാണ് കൊടുക്കുന്നത്. ആരെ എടുക്കുന്നത്? ഡീറ്റെയിൽസ് ഉണ്ടോ? അതിപ്പോ പ്ലാസ്റ്റിക്കിൽ എടുക്കുന്നേ ഈ ഫുഡ് വേസ്റ്റിന്റെ നിങ്ങൾ അവിടെ നിങ്ങളുടെ ബില്ല് തരും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ബില്ല് വരുന്നത്. അത് സെപ്പറേറ്റ് ആക്കും. പ്ലാസ്റ്റിക് മാത്രമേ അവരെടുക്കും. അല്ലല്ല മാറ്റി കൊടുക്കണം. അല്ല അതിപ്പോഴല്ല സ്ഥലം നമ്മളെ കട അടയ്ക്കുമ്പോൾ നമ്മൾ ആ പയ്യൻ മാറ്റി കൊടുക്കണം. അല്ലാതെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ മാറ്റാൻ അവർ എടുക്കൂല. നിങ്ങൾ ഈ ഫുഡ് വേസ്റ്റ് ഇട്ടത് ഏത് കോർപ്പറേഷനാണ് പറയുന്നത്? ഈ മിക്സർ വേസ്റ്റ് ഞാൻ ഏത് കോർപ്പറേഷനാണ്? ഹരിതകർമ്മസേന ഫുഡ് വേസ്റ്റ് എടുക്കത്തില്ലല്ലോ. ഇവിടെ നിങ്ങൾ മിക്സഡ് വേസ്റ്റ് ആണ് വെച്ചേക്കുന്നത്. ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി മിക്സഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് ആരെടുക്കും, ആര് കൊണ്ടുപോകുന്നാണ് ചോദിക്കുന്നത്. സെപ്പറേറ്റ് ആക്കി ആർക്ക് കൊടുക്കും? ഹരിതകർമ്മസേന ഫുഡ് വേസ്റ്റ് എടുക്കത്തില്ലല്ലോ. നിങ്ങൾ ഫുഡ് വേസ്റ്റ് ആർക്ക് കൊടുക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല. പരിപാടി മതിയാക്കണം. അല്ലെ അതിന് വാങ്ങി വെച്ചിട്ട് ചെയ്യണം. സാധനം കേടാൻ പറ്റില്ല. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ നടത്താനായിട്ട്? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ ഓഫീസിൽ കാണിക്കും. ശരി. അകത്ത് കടയുണ്ട്. അകത്ത് കടയുള്ളവരാണ്. ഇല്ലല്ലേ ഒന്നുമുണ്ട്. വായിക്കാം. എല്ലാ സാധനം ഹെൽത്ത് കാർഡ്, വെള്ളം ടെസ്റ്റ് ചെയ്ത് എല്ലാം എടുക്കും. NLM കാർഡില്ല, ഹെൽത്ത് കാർഡില്ല. സുരേഷ് സ്റ്റാഫ് ഡോക്ടർ ഹെൽത്ത് കാർഡ് സാധനം കാണിക്കും. എക്സെപ്റ്റ് ലൈസൻസ് കൂടെ കാണിക്ക്. എപ്പോഴും മാഷപ്പ് എവിടെയെങ്കിലും ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. കോർപ്പറേഷനിൽ 12 സ്ക്വാഡ് വണ്ടിയായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. 100, അതായത് സിറ്റിയിലെ 45 വാർഡ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 സ്ക്വാഡ് ഇപ്പോൾ തന്നെ ഇവിടെ നാലാഞ്ചിറ, പരുത്തിപ്പാറ, കേശവദാസപുരം എല്ലാം ഇപ്പോൾ 4 സ്ക്വാഡ് ഒരുമിച്ചാണ് നീങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ട് നോക്കുന്നത് വെള്ളം ഓടയിലേക്കാണ് ഒഴുക്കുന്നത്.
പ്രോപ്പറായിട്ട് അത് സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ട് ഇവരെ മീറ്റിങ്ങിലേക്ക് വിളിക്കുകയാണ്. വെള്ളം പ്രോപ്പറായിട്ട് ഇവരെ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ പോവുക. ഹെൽത്ത് കാർഡ് നോക്കുന്നുണ്ട്, വാട്ടർ ടെസ്റ്റ് ചെയ്ത പേപ്പർ നോക്കുന്നുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പേപ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇതില്ലാത്തവരെല്ലാം നമ്മൾ വിളിച്ചു വരുത്തി NULMൻ്റെ സർട്ടിഫിക്കറ്റ്, കോർപ്പറേഷൻ്റെ NULMൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഇല്ലാത്തവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ള വാണിങ്ങും ശുദ്ധമല്ലെങ്കിൽ അല്ലെങ്കിൽ സാനിറ്റേഷൻ കണ്ടീഷൻ തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കാനും കൂടെയാണ്. അപ്പോൾ ഒത്തിരി സ്ഥാപനങ്ങളിൽ ഇവിടെ വന്നതിലിപ്പോൾ ഒരു 20-25 സ്ഥാപനമുണ്ട്. ഒരു 5 സ്ഥാപനത്തിന് വരെ വെള്ളം ഒഴുക്കുന്നതിനൊക്കെ ഫൈൻ അടിച്ചിട്ടുണ്ട്, ചെറിയ ഫൈനുകൾ അടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം മേയറുടെ സാന്നിധ്യത്തിൽ കോർപ്പറേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവർക്ക് വേണ്ട സൗകര്യവും ചെയ്തു കൊടുത്ത് പറ്റാത്ത കടകളെ നിയന്ത്രിക്കുകയാണ്. 35 സ്ക്വയർ ഫീറ്റിന് മുകളിൽ തട്ടുകടകൾ പാടില്ല. ഇവിടെ വന്നപ്പോൾ 100-ഉം 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ചില കടകളാണെങ്കിൽ 35-40 അപ്പോൾ ഈ 35 സ്ക്വയർ ഫീറ്റിൽ തട്ടുകടകളെന്ന് പറഞ്ഞാൽ 35 സ്ക്വയർ ഫീറ്റേ പാടുള്ളൂ. അതാണ് വഴിയോര കച്ചവടത്തിനുള്ളത്. അപ്പോൾ ആ സാധ്യത ഇവർക്കെല്ലാം വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം നാളെ ഇപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കെതിരായിട്ടാണ് നടപടിയെടുക്കണമെന്നുള്ള ഡാറ്റ കളക്ഷനാണ് എടുത്തിട്ടുള്ളത്. ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഇതിന് വിളിച്ച് വാണിംഗൊക്കെ ചെയ്ത് നേരെ തിരുവനന്തപുരം സിറ്റിയിൽ ഇനി കുന്നുപോലെ വളരുന്ന വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്? അല്ല, അവർക്ക് ഈ വെള്ളത്തിൻ്റെയും സാനിറ്റേഷൻ മറ്റേ ഷിഗല്ലയുടെ വെള്ളത്തിൻ്റെ ടെസ്റ്റ്, ഹെൽത്ത് കാർഡ് അതെല്ലാം ഉദ്ദേശിച്ചാണ്. പകർച്ചപ്പനി നിയന്ത്രണത്തിനും കൂടെ വേണ്ടിയാണ് വന്നത്. ലൈസൻസ് ഇല്ലാതെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? NULM ലൈസൻസ് ഇല്ലാത്ത കുറേ സ്ഥാപനങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് നടപടി വരും. അപ്പോൾ ലൈസൻസിന് വേണ്ടിയുള്ളതെല്ലാം നമ്മൾ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മേയറും എല്ലാം തീരുമാനിക്കും ഇതെന്താ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ ഞങ്ങൾ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്, നോട്ടീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. വയോധിനുണ്ട്. സൗകര്യം ചെയ്തു കൊടുക്കാൻ പോകാം. വെള്ളത്തിന് കൊണ്ടുപോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അന്നേരം നിങ്ങൾ എന്ത് ചെയ്തു? അന്നേരം നിങ്ങൾ അത് കൊടുത്തില്ല, അവിടെ നമ്മളെ അടുത്ത് പറഞ്ഞില്ല.